ഉത്തരേന്ത്യയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ജാർഖണ്ഡിൽ 24 മണിക്കൂറിനിടെ 5-ലധികം പേർ മഴക്കെടുതിയിൽ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. ജമ്മുകശ്മീരിൽ കനത്ത മഴ തുടരുന്നു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പലയിടങ്ങളിലും പ്രളയസമാനമായ സാഹചര്യമാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നിർദ്ദേശം നൽകി. ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിലെ സഹർഗാത്ത് നദിക്ക് കുറുകെയുള്ള ഒരു പാലത്തിന് കനത്ത നാശനഷ്ടമുണ്ടായി. പ്രദേശത്ത് പെയ്ത കനത്ത മഴയെ തുടർന്ന് നദി കരകവിഞ്ഞൊഴുകി. ജമ്മു പത്താൻകോട്ട് ദേശീയപാതയിലും കത്വ ജില്ലയിലെ സഹർഗത്ത് അരുവിക്ക് കുറുകെയുമുള്ള പ്രധാന പാലത്തിന് കനത്ത മഴയിൽ കേടുപാടുകൾ സംഭവിച്ചതായും 2 പാലങ്ങളിലെ ഗതാഗതം നിർത്തിവെച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിനിടെ കിഷ്ത്വാറിലെ മിന്നൽ പ്രളയത്തിൽ പരിക്കേറ്റവരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സന്ദർശിച്ചു. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവുമുണ്ടായ ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ചു. ജാർഖണ്ഡിൽ 24 മണിക്കൂറിനിടെ 5-ലധികം പേർ മഴക്കെടുതിയിൽ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. രാജസ്ഥാനിലും ഒഡീഷയിലും ഗുജറാത്തിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. രാജസ്ഥാനിൽ ചമ്പൽ നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലെത്തി. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. ആഗസ്റ്റ് 30 വരെ ഗുജറാത്തിലും ആഗസ്റ്റ് 26 വരെ രാജസ്ഥാനിലും കനത്ത മഴ ലഭിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിലും അടുത്ത ആഴ്ച കനത്ത മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.